ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 16-17 വേഗത്തിൽ ബ്രഹ്മജ്ഞാനം. ഈ 2 അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് സായിബാബയിൽ നിന്നും ബ്രഹ്മജ്ഞാനം കിട്ടുവാൻ ആഗ്രഹിച്ച ഒരു ധനികന്റെ കഥയാണ്. സായിബാബ കാണിച്ചു തരുന്നത് ഏതൊരു ചെറിയ സാധനവും ആശയോടും സ്നേഹത്തോടും കൊടുത്താൽ ബാബ അത് സ്വീകരിക്കും. പക്ഷെ അത് അഹംഭാവത്തോടു കൂടി കൊടുത്താൽ അതിനെ നിരസിക്കും. ബാബ സച്ചിദാനന്ദനായതുകൊണ്ട് ശുദ്ധമായ അന്ധകരണ അറിവ് ധാന്യത സായി പുറം ജീവിതത്തെ കൂട്ടാക്കിയിരുന്നില്ല. പക്ഷേ മിതമായതും എളിയ തോതിലും കൊടുത്താൽ ബാബ അത് സന്തോഷത്തോടും കൊതിയോടും കൂടി സ്വീകരിക്കുന്നു. വാസ്തവത്തിൽ ബാബയെ പോലെ നല്ല മനസ്സുള്ള ഒരു സദ്ഗുരുവ് വേറെയില്ല. ബാബയെ ചിന്താമണി ആഭരണത്തോടോ കാമധേനുവിനോടോ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന പശു താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ല. അവകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് തരുന്നു. പക്ഷേ സദ്ഗുരു നമുക്ക് വിലമതിക്കാൻ സാധിക്കാത്തതും ആരാണെന്ന് അറിയാൻ പാടില്ലാത്തതുമായ നന്മയെ തരുന്നു. ഇപ്പോൾ എങ്ങനെ ബാബ ആ ബ്രഹ്മജ്ഞാനം ചോദിച്ച പണക്കാരനെ പറഞ്ഞയച്ചതു എന്ന് നോക്കാം. ഒരു പണക്കാരൻ മാന്യൻ പേരും സ്ഥലവും ഇവിടെ ചേർക്കുന്നില്ല. ജീവിതത്തിൽ സുഖമായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം വളരെയധികം സ്വത്ത് ശേഖരിച്ചു. വീട്, നിലങ്ങൾ, ശുശ്രൂഷിക്കാൻ ജോലിക്കാർ എന്നിങ്ങനെ പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ബാബയുടെ കീർത്തി അദ്ദേഹത്തിന്റെ ചെവികളിൽ എത്തിയപ്പോൾ ഒരു ചങ്ങാതിയോട് തനിക്കൊന്നും ആവശ്യമില്ലെന്നും അതിനാൽ ഷിർദിക്ക് പോയി ബാബയോട് ബ്രഹ്മജ്ഞാനം എന്താണെന്ന് ചോദിക്കണമെന്നും പറഞ്ഞു. അത് ലഭിച്ചാൽ അദ്ദേഹം സന്തുഷ്ടനാവുമെന്നും പറഞ്ഞു. ആ സ്നേഹിതൻ തന്നെ പോലെയുള്ള അത്യാഗ്രഹിയും കുടുംബം, ധനം ഇവകളിൽ മുങ്ങിയിരിക്കുന്നവനുമായിരുന്നതിനാൽ അതത്ര എളുപ്പമല്ലെന്നും അതിനാൽ പ്രേരണയിൽ നിന്ന് പിന്മാറാനും ശ്രമിച്ചു. ഒരു പൈസ പോലും കൊടുക്കാതെ നിനക്ക് നിന്റെ ബ്രഹ്മജ്ഞാനം അറിയാനുള്ള ആഗ്രഹത്തെ ആര് സാധിപ്പിക്കും? ആ സുഹൃത്തിന്റെ ഉപദേശം കൂട്ടാക്കാതെ ആ ധനവാൻ പോയി. തിരിച്ചു വരാനുള്ള ഡോങ്കയിൽ ഷിർദിയിലെത്തി. ബാബയെ കണ്ടു കാൽക്കൽ വീണ് നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾക്കറിയാവുന്ന ബ്രഹ്മജ്ഞാനം ആര് വന്ന് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കുന്നു. ഞാനും അതിനു വേണ്ടി വളരെ ദൂരത്ത് നിന്ന് അങ്ങേ കാണാനായി വന്നിട്ടുണ്ട്. വളരെ ദൂരം സഞ്ചരിച്ചതിനാൽ ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങളിൽ നിന്നും ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ എൻ്റെ കഷ്ടതകൾ നീങ്ങി ഞാൻ സന്തുഷ്ടനാവുമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയ ചങ്ങാതി, വ്യാകുലനാകേണ്ട. ഞാൻ ബ്രഹ്മത്തെ കാണിക്കാം. പല ആളുകൾ എന്നെ കാണുവാനായി വരുന്നു. അവർ ധനം, ആരോഗ്യം, ശക്തി, അന്തസ്സ്, പദവി, രോഗങ്ങളിൽ നിന്ന് വിമോചനം, പല താൽക്കാലിക ആഗ്രഹങ്ങൾ മുതലായവയെ ചോദിക്കുന്നു. ബ്രഹ്മജ്ഞാനം ചോദിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ലോകവസ്തുക്കളെ ചോദിക്കുന്നവർ ധാരാളമാണ്. പക്ഷെ ആത്മീയമായ വസ്തുക്കൾ ആഗ്രഹമുള്ളവർ വളരെ ചുരുക്കമാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ പോലുള്ള ആളുകൾ ബ്രഹ്മജ്ഞാനം ചോദിക്കുന്നത് ഒരു നല്ല അവസരവും ഭാഗ്യവുമാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ ബ്രഹ്മജ്ഞാനത്തെ അതിലുള്ള വിഷമതകളോട് കൂടി കാണിക്കാം. ഇങ്ങനെ പറഞ്ഞു ബാബ അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം നൽകുവാൻ തുടങ്ങി. അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് വേറൊരു സംസാരം തുടങ്ങി. തൻ്റെ ചോദ്യത്തിന് കുറേ നേരത്തേക്ക് മറക്കുകയും ചെയ്തു. പിന്നെ ഒരു ചെറിയ കുട്ടിയെ വിളിച്ചു ഒരു നന്ദുമാർവാടിയോട് ചെന്ന് 5 രൂപ കടമായി വാങ്ങി വരാൻ പറഞ്ഞു. കുട്ടി തിരിച്ചു വന്നു. നന്ദു അവിടെ ഇല്ലെന്നും അവന്റെ വീട് പൂട്ടിയിരിക്കുന്നുവെന്നും പറഞ്ഞു. അതിനുശേഷം ബാബ പലചരക്ക് വ്യാപാരിയെ കണ്ട് കടമായി ആ പണം വാങ്ങിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. ഈ പ്രാവശ്യവും ആ കുട്ടിക്ക് വിജയം ലഭിച്ചില്ല. ഈ അനുഭവം 2-3 തവണ ശ്രമിച്ചിട്ടും ആവശ്യപ്പെട്ട ഫലം കിട്ടിയില്ല. സായിബാബ ഒരു ദൈവമാണെന്ന് നമുക്കെല്ലാം അറിയാം. പിന്നെ ചോദിക്കാം, എന്തിനാണ് ബാബ ഈ തുച്ഛമായ 5 രൂപ ആവശ്യപ്പെട്ടത്? വാസ്തവത്തിൽ പണം ബാബയ്ക്ക് ആവശ്യമില്ലായിരുന്നു. സായിക്കറിയാമായിരുന്നു നന്ദുവും ബാലായും അവരുടെ സ്ഥലങ്ങളിൽ ഇല്ലെന്നും ബ്രഹ്മത്തെ കിട്ടുവാൻ പ്രയത്നിക്കുകയായിരുന്നുവെന്നും. ആ മാന്യന്റെ വശം ഒരു പൊതിയിൽ നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം വാസ്തവത്തിൽ അതിൽ അലിവുള്ളവനായിരുന്നുവെങ്കിൽ ബാബ ഉന്മത്തനായി 5 രൂപയ്ക്ക് പ്രയത്നിക്കുമ്പോൾ ഒരു കാണിയെ പോലെ വെറുതെ ഇരിക്കുകയില്ലായിരുന്നു. അവനറിയാമായിരുന്നു ബാബയുടെ വാക്കുകളെ കാക്കുമെന്നും കടം തിരിച്ചു കൊടുക്കുമെന്നും. മാത്രമല്ല ആവശ്യപ്പെട്ട തുക വളരെ തുച്ഛമായതും ആയിരുന്നു. എന്നിട്ടും അവന് ആ തുക കൊടുക്കുവാൻ മനസ്സ് വന്നില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ബാബയിൽ നിന്ന് ലോകത്തിൽ എത്രയും വില പിടിച്ച ബ്രഹ്മജ്ഞാനത്തെ എന്തിനാവശ്യപ്പെട്ടു? വേറെ ഏതൊരു മനുഷ്യനും ബാബയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ആ 5 രൂപയെ ഉടനടി കൊടുക്കുമായിരുന്നു. ഒരു കാണിയായി നോക്കി നിൽക്കില്ല. ഈയാൾ അങ്ങനെ അല്ലായിരുന്നു. അവൻ കാശൊന്നും കൊടുത്തില്ലെന്ന് മാത്രമല്ല, ക്ഷമയില്ലാതെ വെറുതെ ഇരിക്കുകയും തിരിച്ചു പോവാൻ ധൃതിപ്പെടുകയും ബാബയോട് ബ്രഹ്മജ്ഞാനം വേഗം കൊടുക്കുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ബാബ മറുപടിയായി പറഞ്ഞു,
ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് ബ്രഹ്മജ്ഞാനം കിട്ടാനായി ഞാൻ ചെയ്ത പദ്ധതികളെല്ലാം കണ്ടില്ലേ? ബ്രഹ്മത്തിനെ കാണാൻ ഒരാൾ 5 വസ്തുക്കളെ കീഴടക്കണം. 1 5 പ്രാണൻ, 2 5 ഇന്ദ്രിയങ്ങൾ, 3 മനസ്സ്, 4 ബുദ്ധി, 5 അഹങ്കാരം. ഇപ്രകാരമുള്ള ബ്രഹ്മജ്ഞാനം തന്നെത്താൻ ഉണരൽ ലഭിക്കുന്നത് വളരെ കഠിനമായതാണ്. കത്തിമുനയെ ചവിട്ടുന്ന മാതിരി. ബാബ അതിൽ പിന്നെ ഒരു വലിയ സന്ദേശം കൊടുത്തു. അത് ചുരുക്കമായി താഴെ വിവരിക്കുന്നു. ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ ആത്മബോധത്തിന് ആവശ്യമായ യോഗ്യതകൾ. എല്ലാ മനുഷ്യരും ബ്രഹ്മജ്ഞാനം അവരുടെ ജീവിതകാലം മുഴുവൻ കാണുകയോ അല്ലെങ്കിൽ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. അതിന് ചില യോഗ്യതകൾ അത്യാവശ്യമാണ്. 1 മുമുക്ഷു, സ്വതന്ത്രനാവാനുള്ള തീവ്ര ആഗ്രഹം. ഏതൊരുവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ അവൻ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി വേറൊന്നും വകവയ്ക്കാതെ ഉറച്ച് നിശ്ചയത്തോടു കൂടി ജോലി ചെയ്യുന്നുവോ അവൻ ആത്മീയ ജീവിതത്തിന് അർഹതയുള്ളവനാണ്. 2 വിരക്തി, ഈ ലോകത്തിലുള്ള വസ്തുക്കളിൽ ആഗ്രഹമില്ലായ്മ, ബന്ധമില്ലായ്മ. വസ്തുക്കളിൽ, കീർത്തികളിൽ അല്ലെങ്കിൽ ലാഭത്തിനു വേണ്ടി മാത്രമുള്ള ഒരുവന്റെ പ്രവൃത്തികൾ വിരക്തി വന്നില്ലെങ്കിൽ അവൻ ആത്മീയ വഴിയിൽ ചെല്ലുവാൻ അർഹതയുള്ളവനല്ല. 2 വിരക്തി, ഈ ലോകത്തിലുള്ള വസ്തുക്കൾ ആഗ്രഹമില്ലായ്മ, ബന്ധമില്ലായ്മ. വസ്തുക്കളിൽ, കീർത്തികളിൽ അല്ലെങ്കിൽ ലാഭത്തിനു വേണ്ടി മാത്രമുള്ള ഒരുവന്റെ പ്രവൃത്തികൾ വിരക്തി വന്നില്ലെങ്കിൽ അവൻ ആത്മീയ വഴിയിൽ ചെല്ലുവാൻ അർഹതയുള്ളവനല്ല. 3 അന്തർമുഖം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ദൈവം എപ്പോഴും പുറത്തേക്ക് നോക്കുവാനും അകത്തേക്ക് നോക്കത്തക്ക വിധത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊരാൾ ആത്മബോധം ആഗ്രഹിക്കുന്നുവോ അവൻ അന്തരാത്മാവിനെ നോക്കണം. 4 കന്തർസിസ്, പരിപൂർണമായ വികാരങ്ങളെ ഇല്ലാതാക്കുക. ഹൃദയം, ചലനം, മനോധർമ്മം. ഒരു മനുഷ്യൻ ക്രൂരതകളിൽ നിന്ന് തിരിഞ്ഞ് തെറ്റുകൾ ചെയ്യാതെ മുഴുവനും ബന്ധിക്കപ്പെട്ട് മനസ്സിന് ശാന്തി കിട്ടിയാലൊഴികെ അറിവിരുന്നാലും ആത്മബോധം ലഭിക്കുന്നതല്ല. 5 നല്ല ഗുണം, ഏതൊരു മനുഷ്യൻ സത്യമായും അനുതാപമുള്ളവനായും പുരോഹിത ജ്ഞാനവും ബ്രഹ്മചര്യ ജീവിതവും അനുഷ്ഠിക്കുന്നവനുമായിരിക്കണം. അല്ലെങ്കിൽ അവന് ദൈവ ഉണർച്ച കിട്ടില്ല. 6 ശ്രേയസിനേക്കാൾ പ്രേയസാണുത്തമം. 2 തരത്തിലുള്ള വസ്തുക്കളാണ്. 1 നല്ലത്, 2 രമ്യം, രമണീയം. ആദ്യത്തേത് ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കും. രണ്ടാമത്തേത് ലൗകികമായതാണ്, സംസാരം. ഇത് രണ്ടും മനുഷ്യർക്ക് കൈക്കൊള്ളാവുന്നതാണ്. അതിൽ ഒന്നിനെ അവൻ തിരഞ്ഞെടുക്കണം. ബുദ്ധിശാലി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നു, പക്ഷേ ബുദ്ധി കുറഞ്ഞവൻ ആഗ്രഹത്തെയും ബന്ധം കൊണ്ട് സംസാരത്തെയും തിരഞ്ഞെടുക്കുന്നു, ലൗകികതയും. 7 ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണം. നമ്മുടെ ദേഹം ഒരു രഥം, പേര് പോലെയാണ്. നാം അതിന്റെ ഗുരുവും ബുദ്ധി അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങൾ കുതിരകളും ഇന്ദ്രിയ വസ്തുക്കൾ അതിന്റെ വഴിയുമാണ്.